തിരുവല്ല അടുമ്പട കോളനി വെള്ളത്തിൽ മുങ്ങി. പല വീടുകളുടെയും മുക്കാലോളം ഉയരത്തിൽ വെള്ളക്കെട്ടാണ്. വീടുകളുടെ രണ്ടാം നിലയിൽ അഭയം തേടിയിരിക്കുകയാണ് ചിലർ. തങ്ങൾക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്ന് മാതൃഭൂമി ന്യൂസിനോട് പരാതി പറഞ്ഞതിന് പിന്നാലെ ഭക്ഷണമെത്തി. ഈ വീട് അതിന്റെ മേൽക്കൂര മാത്രമാണ്, ബാക്കിയെല്ലാം പൂർണ്ണമായിട്ട് നമ്മുടെ ഈ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടക്കും എന്ന് പറയുന്ന പോലെയാണ് വീടും. ഇത്രയും വെള്ളത്തിന് നടുക്ക് ഒരു വീടുണ്ട്. ആ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ ആളുകൾ ഇപ്പോഴും കഴുകണം. അവരൊന്നും ഇങ്ങോട്ട് വന്നില്ല. ഇല്ല, അവര് വന്നില്ല. അവര് കാല് മുറിച്ച ഷുഗർ പേഷ്യന്റ് ഇവിടെ കിടക്കുന്നത്. കേൾക്കാമോ? അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. നാട്ടിൽ ആരോഗ്യ പ്രശ്നം ഉണ്ട് അവർക്ക്. ഷുഗറിന്റെ പ്രശ്നം. ഒരാള് കാല് ഒടിഞ്ഞു കിടക്കുക. ക്യാമ്പിലേക്ക് പോകുന്നില്ലേ? തളർന്നു കിടക്കുമല്ലേ? കുടിവെള്ളവും ഭക്ഷണവും ഒന്നും കൊണ്ടു തന്നിട്ടില്ലേ ആരും? തന്നായിരുന്നു. അടുമ്പട കോളനിയിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വീടുകളിൽ കുടുങ്ങിപ്പോയ ആൾക്കാർക്ക് ഭക്ഷണം എത്തിച്ച ശേഷം രക്ഷാപ്രവർത്തകർ കരയിലേക്ക് വരികയാണ്. ഒരാൾ പൊക്കത്തിന് മുകളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. വീടുകളൊക്കെ പൂർണ്ണമായിട്ടും മുങ്ങിപ്പോയിരിക്കുകയാണ്. അവിടെ 2-3 വീടുകളിൽ കിടപ്പ് രോഗികളുണ്ടായിരുന്നു. അവരൊന്നും ക്യാമ്പിലേക്ക് മാറിയിട്ടില്ല. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് വേണ്ട ഭക്ഷണങ്ങളും വെള്ളമൊക്കെ അവിടെ എത്തിച്ചതിന് ശേഷം ഇവർ മടങ്ങിയെത്തുകയാണ്. എത്ര പേരുണ്ടായിരുന്നു? എത്ര വീട്ടുകാരുണ്ട് അവിടെ? 4 കുടുംബങ്ങളുണ്ട്. 4 വീട്ടുകാർ. അസുഖമൊക്കെ ബാധിതരാണോ? സുഖബാധിതരുണ്ട്. അവർക്കിങ്ങനെ ഭക്ഷണം വെള്ളമൊക്കെ കൃത്യസമയത്ത് എത്തിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് കൊണ്ട് കൊടുത്തു. ഇന്നിപ്പം രാവിലത്തെ ഫുഡ് ഇപ്പോഴാണ് കൊടുക്കാൻ പറ്റിയത്. കാരണം വെള്ളമൊക്കെ വരണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. ഫോണൊക്കെ ചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഫോൺ കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ പിന്നെ ഞങ്ങൾ പാലും കുടിവെള്ളം വലിയ പ്രശ്നമാണ്. കുപ്പിക്കകത്ത് വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പയ്യനാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം കൊണ്ടുവന്നിട്ട് ഇതിന്റെ വീട് അങ്ങേ അക്കരയിലാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും വിളിച്ചാൽ ഓടി വരും. വെള്ളം എടുത്തോണ്ട് വള്ളം തൊഴിൽ എക്സ്പെർട്ട് ആണെന്ന് കണ്ടു. ഞാൻ എപ്പോഴും ചാറ്റി പോകുന്നതുകൊണ്ട് എപ്പോഴും ഞാൻ അതിന്റെ ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഇത്രയും പേര് പെട്ടെടുക്കുന്നപ്പം നമുക്ക് വെള്ളവും ഇത് എത്തിക്കണമല്ലോ. അപ്പൊ ഈ സാറ് വിളിച്ചോണ്ട് പെട്ടെന്ന് ആറ്റുവഴി വരുവാണോ? ആറ്റുവഴി അവസ്ഥയില്ല, കയറാൻ പറ്റും. ഈ വീടുകളിലൊക്കെ തന്നെ വെള്ളം പൂർണ്ണമായിട്ടും കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അതോടൊപ്പം തന്നെ അവിടുത്തെ വയറിംഗ് പരിശോധിക്കണം, മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ, അങ്ങനെ വീണ്ടും ഒന്ന് ജീവിതം കെട്ടിപ്പടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായാൽ മാത്രമേ ഈ 150ഓളം കുടുംബങ്ങളിലെ മനുഷ്യർക്ക് ഇനിയൊരു നല്ലൊരു ജീവിതം തുടങ്ങാൻ കഴിയുകയുള്ളൂ.